ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തന്നെ തുടങ്ങുന്നത് നമ്മളൊരു കഥയിൽ നിന്നാണ്. ഓക്കെ. വീഡിയോ നമ്മൾ തുടങ്ങുന്ന ഒരു കഥയിൽ നിന്നാണ്. അപ്പോൾ കഥ ഇതാണ്: ഒരിടത്ത്. ഓക്കെ. നമ്മുടെ ഇപ്പോൾ ചതിക്കാത്ത ചന്തുവിൽ പറയുന്ന പോലെയാണെങ്കിൽ കിഴക്കേ പാടം എന്ന അതിമനോഹരമായ ഗ്രാമം അല്ലേ. എന്നിട്ട് മറ്റേ ടൊണ്ട 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 ആ ഒരു മ്യൂസിക് വരുന്നതെന്ന് വിചാരിക്കുക. അവിടെ ഒരു മനയുണ്ടായിരുന്നു. ഓക്കെ. മനയാകുമ്പോൾ കുറേ റൂം ഉണ്ടാവും, കുറേ ആൾക്കാരൊക്കെ ജീവിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒത്ത നടുക്കായിട്ടായിരുന്നു ആര് ആ വീട്ടിലെ കാർന്നോരായിട്ടുണ്ടായിരുന്ന അമ്മാവൻ താമസിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ. ഇത് കൂടാതെ അദ്ദേഹത്തിന് ഒരു വൈഫ് ഉണ്ടായിരുന്നു. ഇതിലെ മെയിൻ ക്യാരക്ടറുകളാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന് ഒരു വൈഫ് ഉണ്ടായിരുന്നു. ദെൻ രണ്ട് മക്കളുണ്ടായിരുന്നു. ഓക്കെ. അവരുടെ കാര്യമൊക്കെ ഞാൻ പതുക്കെ പറയാം. ഇനി ഈ മനയ്ക്ക് ചുറ്റുമായിട്ട് ഒരു വേലി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പണ്ട് കാലത്തെ ടൈപ്പ് വേലിയാണ്, മതിലല്ല, വേലിയായിരുന്നു. വേലി എന്ന് പറയുമ്പോൾ നമ്മുടെ പത്തല്, ശീമക്കുന്ന അതേപോലെ പറയുന്ന പല നാട്ടിലും പല പേരായിരിക്കും. ഏതായാലും നമ്മുടെ മരം വെച്ചിട്ടുള്ള, അതായത് പത്തൽ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത്യാവശ്യം. പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മതിലുണ്ടായിരുന്നു. ഓക്കെ. ചെറിയൊരു മനയാണെങ്കിലും ഇതിനകത്ത് മറ്റേ പഴയ മന എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അറയൊക്കെ കാണും, ചിലപ്പോൾ നിധിയൊക്കെ കാണും അല്ലേ. അപ്പൊ അത് സൂക്ഷിക്കാനായിട്ട് ഒരു കാവൽക്കാരനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഒരു കാവൽക്കാരനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ കാവൽക്കാരനാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനയ്ക്ക് വേണ്ടി എന്തും ചെയ്യും. സ്വന്തം ആ, ജീവൻ പോലും ത്യജിക്കാൻ പുള്ളി റെഡിയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഭയങ്കര, എന്താ പറയാ, ഒന്നിനും ഭയക്കാത്ത ആളായിരുന്നു. ഏതവൻ വന്നു കഴിഞ്ഞാൽ ഡേ ഡേ എവിടെ പോണെന്ന് പറഞ്ഞ് ചോദിച്ചു പോവുമായിരുന്നു. ഓക്കെ. ഇനി ഈ നമ്മുടെ ആ, ഈ പറയുന്ന മനയിലെ മെയിനായിട്ട് ഒരു അറയും ഉണ്ടായിരുന്നു കേട്ടോ. അറ. ഓക്കെ. സാധാരണയായിട്ട് നമ്മൾ അറയിലൊക്കെ സ്വർണ്ണവും നിധിയൊക്കെ ആയിരുന്നു കാണുന്നത്. പക്ഷെ ഇത് ഇച്ചിരി പഴയ മനയായതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ വേസ്റ്റ് സാധനങ്ങളൊക്കെ ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. ഓക്കെ. ഇനി ഈ അമ്മ. ഓക്കെ. ഏത് വീട്ടിലാണേലും അമ്മമാരുടെ മെയിൻ പരിപാടി എന്താണ്? ഈ പറയുന്ന രീതിയിൽ ഫുഡ് കുക്ക് ചെയ്യണം അല്ലേ. ഫുഡ് കുക്ക് ചെയ്യണം. ഫുഡ് കുക്ക് ചെയ്യും. ഈ അമ്മയ്ക്ക് നന്നായിട്ട് പാലട വെക്കാൻ അറിയായിരുന്നു കേട്ടോ. അതൊന്ന് പാലട പ്രഥമനൊക്കെ നന്നായിട്ട് വെക്കാൻ അറിയായിരുന്നു. അതൊന്ന് ഇതിൻ്റെ കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കണേ. പിന്നെ രണ്ട് മക്കളുണ്ടായിരുന്നു. ഒരുത്തൻ പണിക്ക് പോകുന്നതാണ്. ഇവനെ മാറ്റിയിട്ട് വേറെ ആളെ കൂടി ചിന്തിക്കാൻ പറ്റത്തില്ല. ഇവനായിരുന്നു ഈ വീടിന്റെ മെയിനായിട്ട് വരുമാന മാർഗം. സോ ഇവനെ നമുക്ക് മാറ്റിയിട്ട് ഓൾട്ടർ ഓൾട്ടർ ചെയ്തിട്ട് വേറെ ഒരു ഓപ്ഷനും ആലോചിക്കാൻ പറ്റത്തില്ല. ദെൻ അടുത്ത നമ്മളെ പോലെ ഒരുത്തനാന്ന് വിചാരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിയും കൂലിയൊന്നും ഇല്ല. ഓക്കെ. അപ്പോൾ ഇവന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റേഷൻ കടയിൽ പോകണം, സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കൊണ്ടുവരണം. ഇതായിരുന്നു ഇവന്റെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി. ഓക്കെ. ഇതായിരുന്നു ഇവന്റെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി. ദെൻ ഇല്ലമാണെങ്കിലും ഇതിന്റെ ഈ ഒരുപാട് ഏരിയ ഉണ്ട്. ഈ ഏരിയക്ക് ചുറ്റുമായിട്ട് എന്തുണ്ട്? കുറെ ചെളി പോലത്തെ ഐറ്റം ആയിരുന്നു ഉണ്ടായിരുന്നു. ഓക്കെ. ഇതാണ് നമ്മുടെ കഥ. അപ്പോൾ ഈ കഥയിൽ കഥാപാത്രങ്ങളായിട്ട് വരുന്ന, അല്ലെങ്കിൽ ഈ കഥയ്ക്ക് ഞാൻ ഒരു പേര് ഇടുവാണെങ്കിൽ ഞാൻ അതിന് പേരിടുന്നതാണ് സൈറ്റോളജി എന്ന് പറയും. എന്തെന്ന് പറയും? സൈറ്റോളജി. അതായത് നമ്മൾ ഇത്ര നേരം പഠിച്ച സാധനമാണ് സെല്ല്. സെല്ലിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി ഞാൻ കഥയിലെ ഓരോരോ കാര്യങ്ങൾ ഡീകോഡ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ. അപ്പോൾ എന്നിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. അപ്പോൾ ആദ്യമേ ഇതിൽ കിടക്കുന്ന വേലിയാണ്. വേലി എന്ന് പറയുന്ന പ്ലാന്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഈ വേലിക്ക് ഞാൻ പറയുന്ന പേരാണ് സെൽ വോള്. എന്താണ്? സെൽ വോള്. സോ പ്ലാന്റ് വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്ലാന്റ് സെല്ലിനെ മാത്രമേ കാണൂ. ഓക്കെ. രണ്ടാമത്തത്, ഇവിടെ ഒരു മാമൻ നിപ്പുണ്ട്, സെക്യൂരിറ്റി മാമൻ ജീവൻ വരെ ത്യജിക്കും അല്ലേ. സോ അദ്ദേഹത്തിന് കൊടുക്കുന്ന പേരാണ് ഞാൻ ലൈസോസോം എന്ന് പറഞ്ഞ പേര്. ഇനി വീടിന്റെ ഒത്ത നടുക്കായിട്ട് കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന, പണം മോനാണ് കൊണ്ടുവരണമെങ്കിൽ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു അച്ഛനാണ്. അച്ഛന്റെ പേരാണ് ന്യൂക്ലിയസ്. ഇനി ഇതിനകത്തൊരു അറയുണ്ട്. ആ അറയിലാണ് വേസ്റ്റ് സാധനങ്ങളൊക്കെ നമ്മൾ ഇടുന്നത്. ആ വേസ്റ്റ് ഇടുന്ന അറയുടെ പേരാണ് വാക്യൂള്. ഓക്കെ. ദെൻ അമ്മ ആണ് അവിടുത്തെ ഫുഡ് എല്ലാവർക്കും വെച്ച് കൊടുക്കുന്നത്. അമ്മയാണ് എല്ലാവർക്കും വേണ്ട പ്രോട്ടീൻ കൊടുക്കുന്നത്. സോ അമ്മയുടെ പേര് റൈബോസോം. ദെൻ മകൻ
പണിക്ക് പോകുന്ന മകൻ, അവനാണ് ആ വീട്ടിലെ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ കൊടുക്കുന്നത്, ATM നിന്നൊക്കെ പോയി പൈസ എടുക്കാനായിട്ട് സഹായിക്കുന്നത്, അല്ലെങ്കിൽ അവനാണ് അവിടുത്തെ വരുമാനമാകുന്നത്. അവന് ഞാൻ പേരിട്ടു മൈറ്റോകോൺട്രിയ. ഓക്കെ. ഇനി നമ്മളെപ്പോൾ ഉള്ള ഒരുത്തനുണ്ട്, അവന്റെ പേരാണ് ഗോൾഗി അപ്പാരറ്റസ്. ഇത് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് പഠിച്ച കാര്യങ്ങൾ. നമ്മൾ ഇനി ഓരോന്നും ഡീകോഡ് ചെയ്യും. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് പിന്നീട് ആവശ്യം വരും. ഓക്കെ, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് നോക്കിപ്പോ. ആദ്യമേ ഞാൻ സെല്ലിനെ പറ്റി പൊതുവെ പറഞ്ഞുതരാം. ആദ്യമേ ഞാൻ സെല്ല് എന്താന്ന് പറഞ്ഞുതരാം. സെല്ലെന്ന് പറയുന്നത് ഒരു ജീവനുള്ള ഒരു വസ്തുവിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫങ്ഷണൽ യൂണിറ്റിനെ നമുക്ക് സെല്ലെന്ന് പറയാം. ഓക്കെ, സെല്ല് ചേർന്നിട്ട് ടിഷ്യൂ ഉണ്ടാവും, ടിഷ്യൂ ചേർന്നിട്ട് ഓർഗൻ ഉണ്ടാവും, ഓർഗൻ ചേർന്നിട്ട് ഓർഗൻ സിസ്റ്റം ഉണ്ടാവും. ആ ഒരു രീതിക്കാണ് വരുന്നത്. ഓക്കെ, ഈ സെല്ല് എന്ന് പറയുന്ന വേർഡ് കോയിൻ ചെയ്തത് 1665 ബ്രിട്ടീഷ് സയന്റിസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന റോബർട്ട് ഹുക്കാണ്. ഓക്കെ, അദ്ദേഹമാണ് ആദ്യത്തെ ഡെഡ് സെല്ല് കണ്ടുപിടിച്ചതെന്ന് നമുക്ക് പറയാം. പിന്നീട് വേറൊരു സയന്റിസ്റ്റ് വരുന്നുണ്ട്, ഇതേപോലെ ഹുക്ക് ചേർത്തുള്ള പേര് തന്നെയാണ്. 1677 ആദ്യമായിട്ടുള്ള ലീവിങ് സെല്ല് കണ്ടുപിടിച്ചത് ആന്റോവൻ ലീവൻ ഹുക്കാണ്. ആരാണ്? ആന്റോവൻ ലീവൻ ഹുക്കാണ് ആദ്യമായിട്ടുള്ള ലീവിങ് സെല്ല് കണ്ടുപിടിച്ചത്. ഈ എഴുതുന്ന ഇയറുകളും അതുപോലെ തന്നെ പറയുന്ന പേരുകളും നിങ്ങൾ മിനിമം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. then ഏറ്റവും ചെറിയ സെല്ല് എന്നറിയപ്പെടുന്നത് മൈക്കോപ്ലാസ്മയാണ്. ഏറ്റവും ചെറിയ സെല്ല് എന്നറിയപ്പെടുന്ന ഏതാണ്? മൈക്കോപ്ലാസ്മയാണ്. അതുപോലെ തന്നെ ഏറ്റവും നീളം കൂടിയ സെല്ല് എന്നറിയപ്പെടുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ന്യൂറോൺ ആണ്. ലോങ്ങസ്റ്റ് സെല്ല് ഇൻ ഹ്യൂമൻ ബോഡി എന്നറിയപ്പെടുന്ന ഏതാണ്? ന്യൂറോൺ. ഇനി ഏറ്റവും വലിയ സെല്ല് എന്നറിയപ്പെടുന്നത്, ബിഗ്ഗസ്റ്റ് സെല്ല് എന്നറിയപ്പെടുന്നത് ഓസ്ട്രിച്ചിന്റെ എഗ്ഗാണ്. ഇനി ഈ സെല്ലിന്റെ കേസ് പറയുമ്പോഴത്തേക്ക് സെൽ തിയറി ഉണ്ട്. ഈ സെൽ തിയറി 1838 കാലഘട്ടങ്ങളിലാണ് വരുന്നത്. രണ്ടാൾക്കാരാണ് ഈ സെൽ തിയറിയുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന സയന്റിസ്റ്റ്. ഒന്ന് MJ ശ്രീഡനും, രണ്ടാമത്തെ ആള് എന്ന് പറയുന്നത് തിയാൻഡ്ര ഷാനോ ആണ്. അപ്പൊ ഇവരെന്താ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ ഓർഗാനിസവും ഉണ്ടായിരിക്കുന്നത് സെല്ലുകൾ കൊണ്ടാണ്. എല്ലാ ഓർഗാനിസം ഫോം ചെയ്തിരിക്കുന്ന എന്തുകൊണ്ടാണ്? സെല്ലുകൾ കൊണ്ടാണ്. ഓക്കെ, ദെൻ എല്ലാ സെല്ലും ഫോം ചെയ്യുന്നത് പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്ന ഒരു സെല്ലിൽ നിന്നാണ്. അവർ പറഞ്ഞ ആദ്യത്തെ പോയിന്റ്, എല്ലാ ഓർഗാനിസവും കമ്പോസ് ചെയ്തിരിക്കുന്ന ഒരു സെല്ലിൽ നിന്നാണ്. എല്ലാ സെല്ലും അറൈസ് ചെയ്യുന്നത് പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെല്ലിൽ നിന്നാണ്. ഓക്കെ, എല്ലാ ഓർഗാനിസവും ഫോം ചെയ്യുന്ന ഒരു സിംഗിൾ സെല്ലിൽ നിന്നാണ്. ഇതാണ് ആര് പറഞ്ഞത്? നമ്മുടെ MJ ശ്രീഡനും തിയാൻഡ്ര ഷാനും കൂടി അവരുടെ സെൽ തിയറിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി സെൽ തിയറി വിട്ടുകഴിഞ്ഞാൽ നമുക്ക് അടുത്ത് നോക്കാനുള്ള 2 ടൈപ്പാണ്. നമുക്ക് മെയിൻ ആയിട്ട് 2ആയിട്ട് ഓർഗാനിസത്തിനെ തിരിക്കാം, ബേസ്ഡ് ഓൺ സെല്ലിനെ ബേസ് ചെയ്ത്. അല്ലെങ്കിൽ സെല്ല് 2 ടൈപ്പാണ് ഉള്ളത്. ഒന്ന് പ്രോ ക്യാരിയോട്ടിക് സെൽ എന്ന് പറയും, രണ്ടാമത്തെ യു ക്യാരിയോട്ടിക് സെൽ എന്ന് പറയും. ഒന്നാമത്തെ എന്ത് പറയും? പ്രോ ക്യാരിയോട്ടിക് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രോ ക്യാരിയോട്ടിക് സെല്ലിനകത്ത് അല്ലെങ്കിൽ പ്രോക്യാരിയോട്ടുകളിൽ എന്തില്ല? ന്യൂക്ലിയസോ ന്യൂക്ലിയർ മെംബ്രെയിൻസോ ആബ്സെന്റ് ആണ്. ന്യൂക്ലിയസും ഇല്ല, ന്യൂക്ലിയർ മെംബ്രെയിൻസും എന്തില്ല, അല്ലെങ്കിൽ സെൽ ഓർഗാനൽസും എന്തിനില്ല? ഈ പറയുന്ന പ്രോക്യാരിയോട്സിൽ ഇല്ല. ന്യൂക്ലിയസ് ഇല്ല, സെൽ മെംബ്രെയിൻസ്, സെൽ ഓർഗനൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ കുറച്ചു മുമ്പ് കഥയിൽ കേട്ടില്ലേ, മൈറ്റോകോൺട്രിയ, ലൈസോസോം, ഇതിനെല്ലാത്തിനും നമ്മൾ സെൽ ഓർഗനൽസ് എന്നാണ് പറയുന്നത്. ഇത് ആബ്സെന്റ് ആയിരിക്കും എവിടെ? പ്രോക്യാരിയോട്ടിക് സെൽ. അപ്പോൾ ഈ പ്രോക്യാരിയോട്ടിക് ആനിമൽസ് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബാക്ടീരിയ പ്രോക്യാരിയോട്ട് ആണ്. അതുപോലെ തന്നെ സയാനോ ബാക്ടീരിയ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്, സയാനോ ബാക്ടീരിയ.
അതുപോലെ തന്നെ മൈക്കോപ്ലാസ്മ, ഇപ്പൊ കണ്ടിട്ടുണ്ടായിരുന്ന മൈക്കോപ്ലാസ്മ, ഇതെല്ലാം തന്നെ പ്രോക്യാരിയോട്ടുകളാണ്. ഇതെല്ലാം തന്നെ എന്താണ്? പ്രോക്യാരിയോട്ടുകളാണ്. പ്രോക്യാരിയോട്ടിക് ആനിമൽസ് ആണ്. എന്തില്ല? ന്യൂക്ലിയസ് ഇല്ല. അവരുടെ അവരുടെ സെല്ലിനകത്ത് എന്തില്ല? ന്യൂക്ലിയസ് ഇല്ല. ന്യൂക്ലിയസ് ഇല്ല. ഓക്കെ. ദെൻ യൂക്യാരിയോട്ടിക് സെൽ എന്ന് പറയുമ്പോൾ പൊതുവെ എന്തായിരിക്കും? ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസ് പ്രസന്റ് ആണ്. അതുപോലെ തന്നെ എന്തുണ്ടാവും? സെൽ ഓർഗനൽസും പ്രസന്റ് ആണ്. സെൽ ഓർഗനൽസ് പ്രസന്റ് ആണ്. അതായത് മൈറ്റോകോൺട്രിയ, ഗോൾഗി ബോഡീസ്, ഇതേപോലുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രസന്റ് ആണ്. ഇതാണ് പ്രോക്യാരിയോട്ടിക്കും യൂക്യാരിയോട്ടിക്കും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഓക്കെ. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമ്മുടെ നേരത്തെ പറഞ്ഞ കഥയിലെ ഓരോ ക്യാരക്ടേഴ്സിനെ നമുക്ക് പതുക്കെ പരിചയപ്പെടാം. അപ്പൊ ഞാൻ ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സെൽ വോളാണ്. നമ്മൾ പറഞ്ഞ കഥയിൽ അവിടെ എന്ത് വെച്ചിട്ടായിരുന്നു? പത്തൽ വെച്ചിട്ടെന്ന് പറയുമ്പോൾ എന്താണ്? പ്ലാന്റ് സെല്ലിൽ മാത്രമേ സെൽ വോൾ ഉണ്ടാവൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനിമൽ സെൽസിലില്ല. പ്ലാന്റ് സെൽസിന് മാത്രം എന്ന് പറയുമ്പോൾ ആനിമൽ സെൽസിൽ സെൽ വാളില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ. പക്ഷേ ബാക്ടീരിയയിൽ സെൽ വാളുണ്ട്. ബാക്ടീരിയയിലെ സെൽ വാള് ഉണ്ടാക്കിയിരിക്കുന്നത് പെപ്റ്റിഡോഗ്ലൈസിൻ വെച്ചിട്ടാണ്. ബാക്ടീരിയയിലെ സെൽ വാൾ എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? പെപ്റ്റിഡോഗ്ലൈസിൻ. അപ്പോൾ പ്ലാന്റ് സെല്ലിലെ സെൽ വാൾ ഏത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സെല്ലുലോസും കൈറ്റിനും വെച്ചിട്ട്. സെല്ലുലോസ് ഓർ കൈറ്റിൻ. ഇത് ഓർത്ത് വെച്ചേക്കണേ, നമുക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ. ഇതാണ് ആദ്യത്തെ കഥാപാത്രങ്ങൾ. ഓക്കെ. ഇനി സെൽ മെംബ്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ പ്ലാസ്മ മെംബ്രെയിൻ എന്നും പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ കാണാൻ പറ്റും. സെൽ മെംബ്രെയിൻ, പ്ലാസ്മ മെംബ്രെയിൻ സെല്ലിനെ ആവരണം ചെയ്തിരിക്കുന്നു. അതാണ് ആര് വന്നിരിക്കുന്നത്? പ്ലാസ്മ മെംബ്രെയിൻ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ആനിമൽ സെൽസിലെ ഏറ്റവും ഔട്ടർ കവറിങ്, പ്ലാന്റ് സെൽസിലെ സെൽ വാളാണ്. ആനിമൽ സെൽസിലെ ഔട്ടർ കവറിങ് ഏതാണ്? സെൽ വാൾ ആണെന്ന് പറയാം. സെൽ വാൾ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ ആണെന്ന് പറയാം. നമുക്ക് പറയാം. ഓക്കെ. ഇനി പ്ലാസ്മ മെംബ്രെയിൻ മെയിൻ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ലിപ്പിഡും പ്രോട്ടീനും ചേർത്തിട്ടാണ്. ഇനി ഇതിന്റെ ഫങ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലിന്റെ അകത്ത് മോളിക്യൂൾസിന്റെ മൂവ്മെന്റിനെ റെഗുലേറ്റ് ചെയ്യും. ഇനി ചില സമയത്ത് ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് എന്താ പറയാ, സെന്റൻസ് തന്നിട്ട് കറക്റ്റ് ആണോ, ട്രൂ ഓർണോ, ഫാൾസ് ആണോ എന്ന് ചോദിക്കത്തില്ലേ? അതേ രീതിയിലും ചോദിക്കാറുണ്ട്. അവിടെ ഞാൻ കണ്ടിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ പറയുന്ന മെംബ്രെയിൻ, പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ സെലക്റ്റീവ്ലി പെർമിയബിൾ ആണ്. അങ്ങനെ എല്ലാവർക്കും അനുവദിച്ചു കൊടുക്കത്തില്ല. ഇവൻ സെലക്റ്റീവ്ലി പെർമിയബിൾ ആണ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. സെലക്റ്റീവ്ലി പെർമിയബിൾ ടു സം മോളിക്യൂൾസ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എവിടെയോ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. സെലക്റ്റീവ്ലി പെർമിയബിൾ ടു സം മോളിക്യൂൾസ്. ഇതാണ് നമുക്ക് ആദ്യമേ ഓർക്കാനുള്ളത്. ഓക്കെ. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടോപ്ലാസം എന്ന് പറയും. അടുത്ത നമ്മൾ എന്തെന്ന് പറയും? പ്രോട്ടോപ്ലാസം. ഓക്കെ. ഈ സെൽ മെംബ്രെയിൻ്റെ അകത്ത് കാണപ്പെടുന്ന ഫ്ലൂയിഡ് പോർഷനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ്റെ അകത്ത് കാണുന്ന ഫ്ലൂയിഡ് ലൈക്ക് പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. ഈ പ്രോട്ടോപ്ലാസം കണ്ടുപിടിച്ച ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിയിലെ തുടങ്ങുന്ന പേരാണ്, ഓർത്ത് വെക്കണം. നമുക്ക് എക്സാമിന് ആൻസർ ഫുൾ അറിഞ്ഞില്ലെങ്കിലും ഇത് ഓപ്ഷനിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ പിക്ക് ചെയ്യാൻ പറ്റിയാൽ മതി. പർക്കിഞ്ച് എന്ന് പറയുന്ന ആളാണ് ഈ പറയുന്ന പ്രോട്ടോപ്ലാസം കണ്ടുപിടിച്ചത്. ഓക്കെ. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം. പ്രോട്ടോപ്ലാസം നമ്മൾ എന്താന്ന് പറഞ്ഞു? ഈ സെൽ മെംബ്രെയിൻ്റെ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ്റെ അകത്തുള്ള ഫ്ലൂയിഡ് ലൈക്ക് പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പ്രോട്ടോപ്ലാസത്തിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ന്യൂക്ലിയോപ്ലാസ്, രണ്ടാമത്തത് സൈറ്റോപ്ലാസം. ന്യൂക്ലിയോപ്ലാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ന്യൂക്ലിയർ മെംബ്രെയിൻ്റെ അകത്ത് കാണപ്പെടുന്ന ഫ്ലൂയിഡുകളാണ്. ന്യൂക്ലിയർ മെംബ്രെയിൻ്റെ അകത്ത് കാണപ്പെടുന്ന ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന ന്യൂക്ലിയോപ്ലാസം എന്ന് പറയുന്നത്. സൈറ്റോപ്ലാസം എന്ന് പറയുമ്പോൾ ഈ ന്യൂക്ലിയർ മെംബ്രെയിന് വെളിയിൽ കിടക്കുന്ന ഫ്ലൂയിഡ് പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് പ്രോട്ടോപ്ലാസം എന്ന് നമ്മൾ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. ഇനി ഓർത്ത് വെക്കുക, പ്രോട്ടോപ്ലാസമാണ് ഇത്. ഇത്തിരി പ്രോ ആണെന്ന് ഓർക്കുക. പ്രോ ആയതുകൊണ്ട് തന്നെ ഇവന്റെ ഈ പ്രോട്ടോപ്ലാസത്തിൽ 99% ഓക്സിജൻ ആണുള്ളത്. 99% എന്താ ഓക്സിജൻ വെച്ചിട്ടാണ് മേഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും. അതിനകത്ത് 99%-ൽ 76% അടുപ്പിച്ച് ഓക്സിജൻ ആണ് വരുന്നത്. ഓക്കെ, മെയിൻലി ഗ്യാസസ് ആണ്, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും തിരിച്ചു വരാം. കഥയിലോട്ട് നമുക്ക് തിരിച്ചു വരാം. കഥയിലോട്ട് നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അവിടുത്തെ ഏണിംഗ് മെമ്പറായിട്ടുണ്ടായിരുന്ന മൈറ്റോകോൺഡ്രിയനെ പറ്റിയാണ്. അപ്പോൾ മൈറ്റോകോൺഡ്രിയ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഏണിംഗ് മെമ്പറാണ്. അപ്പോൾ ഇവനെ ഓൾട്ടർ ചെയ്യാൻ പറ്റൂല. ATM നിന്നൊക്കെ പൈസ എടുക്കണമെങ്കിൽ ഇവന്റെ ആവശ്യം വേണം, കാരണം ഇവനല്ലേ സമ്പാദിക്കുന്നത്. അപ്പോൾ ഇവനെ ഓൾട്ടർ ചെയ്യാൻ പറ്റത്തില്ല. സോ ഓൾട്ട് മാൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് മൈറ്റോകോൺഡ്രിയ കണ്ടുപിടിച്ചത്. കണ്ടുപിടിച്ച ആരാണ്? ഓൾട്ട് മാൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഇതിന്റെ ഷേപ്പ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്താണ്. ഒരു സിലിണ്ടറിക്കൽ റോഡ് ലൈക്ക് സ്ട്രക്ചറാണ്. എന്നിട്ട് അതിൻ്റെ അകത്ത് എന്തൊക്കെയോ പിണഞ്ഞു കിടക്കുന്ന രീതിയിലാണ് ഇത് കിടക്കുന്നത്, അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് മൈറ്റോകോൺഡ്രിയൻ്റെ ഫങ്ഷൻ നോക്കണം. ദെൻ മൈറ്റോകോൺഡ്രിയയുടെ അകത്തെ കുറച്ച് സ്ട്രക്ചറുകൾ നോക്കണം, കാരണം അതിനെ ബേസ് ചെയ്തും ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ദെൻ നിങ്ങൾ ഈ ഓൾട്ട്മാൻ കൂടാതെ വേറൊരു പേര് കൂടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മൈറ്റോകോൺഡ്രിയനെ ബേസ് ചെയ്ത്. കാൾ ബെണ്ട എന്ന് പറയുന്ന ആള്. ആക്ച്വലി മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്ന നെയിം, ആ ഒരു പേര് കോയിൻ ചെയ്ത ആളാണ് സത്യം പറഞ്ഞ കാൾ ബെണ്ട. ഓൾട്ട്മാൻ ആണ് ഈ പറയുന്ന മൈറ്റോകോൺഡ്രിയ കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് പറയാം. അപ്പോൾ നമ്മുടെ കഥയനുസരിച്ച് ഏണിംഗ് മെമ്പറാണ്. അതുകൊണ്ട് തന്നെ ഇവന് പവർ ഹൗസ് ഓഫ് സെല്ല്, നമ്മുടെ വീടിന്റെ പവർ ഹൗസ് ആയിരുന്നു ഇവൻ. പവർ ഹൗസ് ഓഫ് സെൽ എന്നറിയപ്പെടുന്നത് ആരാണ്? മൈറ്റോകോൺഡ്രിയ ആണ്. ഓർത്ത് വെച്ചേക്കണേ. ദെൻ ഇതിനകത്താണ് സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സൈറ്റ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ എന്നറിയപ്പെടുന്നതും ഏതാണ്? മൈറ്റോകോൺഡ്രിയ ആണ്. ഇനി മൈറ്റോകോൺഡ്രിയ എടുത്തു കഴിഞ്ഞാൽ ഇത് ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ആണ്. അതായത് ഇതിന്റെ ഔട്ടറിൽ ഒരു ലെയർ ഉണ്ട്, ഇന്നറിൽ ഒരു ലെയർ ഉണ്ട്. ഔട്ടർ ലെയർ, ഇന്നർ ലെയർ നിങ്ങൾക്ക് കാണാം. ഇന്നർ ലെയറിലാണ് ഇതേപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കിടക്കുന്ന പോലെ കാണുന്നത്. ഈ പറയുന്ന നീല കളറിൽ ഫോൾഡ് ചെയ്ത് കിടക്കുന്ന കാണുന്നത് ഇന്നർ മെംബ്രെയിൻ ആണ്. പുറത്ത് കാണുന്നതാണ് ഔട്ടർ മെംബ്രെയിൻ ആണ്. ഈ ഇന്നർ മെംബ്രെയിനിലെ ഈ ഫോൾഡുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റേ എന്ന് പറയും. ഇന്നർ മെംബ്രെയിനിലെ ഈ ഫോൾഡുകളെ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റേ എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ ഈ മൈറ്റോകോൺഡ്രിയയുടെ അകത്ത് കാണപ്പെടുന്ന ഫ്ലൂയിഡ് ലൈക്ക് പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെട്രിക്സ്. മെട്രിക്സ്. ഓക്കെ, ഇതാണ് മൈറ്റോകോൺഡ്രിയയിലെ സ്ട്രക്ചറിനെ പറ്റി നിങ്ങൾക്ക് നോക്കാനുള്ള. ഇനി ഏത് മൈറ്റോകോൺഡ്രിയ എടുത്തു കഴിഞ്ഞാലും മെയിനായിട്ട് 3-4 സാധനം അതിനകത്ത് ഉണ്ടാവും. 3 സാധനം ഓർത്ത് വെച്ചേക്കണം. ഒന്ന്, സർക്കുലർ ഷേപ്പിലുള്ള DNA മോളിക്യൂൾസ് കാണും. ഒരു ഒരൊറ്റ സർക്കുലർ ഷേപ്പിലുള്ള DNA മോളിക്യൂൾസ് അതിനകത്ത് കാണും. ഇത് കൂടാതെ കുറച്ച് RNA മോളിക്യൂൾസും കാണും. ദെൻ റൈബോസോമും കാണും. ഇതിനകത്ത് പ്രസന്റ് ആയിരിക്കും. അതായത് നമ്മുടെ മൈറ്റോകോൺഡ്രിയ എടുത്തു കഴിഞ്ഞാൽ മൈറ്റോകോൺഡ്രിയയുടെ അകത്ത് എന്തൊക്കെ കാണും?
സിംഗുലാർ സിംഗിൾ സർക്കുലാർ DNA മോളിക്യൂൾ കാണും. ദെൻ RNA കാണും. റൈബോസോമും കാണും. ഓക്കെ. ദെൻ സൈറ്റ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ മൈറ്റോകോൺട്രിയയാണ്. ഓക്കെ. ദെൻ പവർ ഹൗസ് ഓഫ് സെൽ എന്നറിയപ്പെടുന്ന ഏതാണ്? മൈറ്റോകോൺട്രിയയാണ്. ഇനി ഈ മൈറ്റോകോൺട്രിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി റിച്ച് കോമ്പൗണ്ടിനെയാണ് നമ്മൾ ATP എന്ന് പറയും. ഈ ATPനെയാണ് എനർജി കറൻസി ഓഫ് സെൽ എന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ കഥയിൽ അവനായിരുന്നു ATM നിന്ന് പൈസ എടുക്കാൻ സഹായിക്കുന്നത്. ATM എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ATP ആയിട്ട് കണക്ട് ചെയ്യണം. എനർജി കറൻസി ഓഫ് സെൽ എന്നറിയപ്പെടുന്ന ഏതാണ്? ATP ആണ്. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ് ATPയുടെ ഫുൾ ഫോം. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ് ATPയുടെ ഫുൾ ഫോം. ഇതാണ് നമ്മുടെ എന്തിൻ്റെ ഈ പറയുന്ന നമ്മുടെ മൈറ്റോകോൺട്രിയനെ പറ്റി പറയാനുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റൈബോസോമിനെ പറ്റിയാണ്. റൈബോസോം. ഓക്കെ. റൈബോസോമിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അമ്മയായിട്ടാണ് കണക്ട് ചെയ്തത്. അമ്മ എന്താണ്? വീട്ടിലത്തേക്ക് വേണ്ടി നമുക്ക് വേണ്ടിയുള്ള ഫുഡൊക്കെ വെച്ച് തരത്തില്ലേ? അപ്പോൾ പ്രോട്ടീൻ നമുക്ക് തരുന്ന ആരാ? അമ്മയാണ്. നന്നായിട്ട് പാലട വെക്കുമെന്ന് പറഞ്ഞു, പാലട പ്രഥമ വെക്കുമെന്ന് പറഞ്ഞു. സോ ഇത് ഡിസ്കവർ ചെയ്ത ആളുടെ പേരെന്താ? പാലഡേ. റൈബോസോം ഡിസ്കവർ ചെയ്ത ആളുടെ പേരെന്താണ്? പാലഡേ. ഓക്കെ. ഇനി ഈ റൈബോസോം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. അല്ലെങ്കിൽ ഒന്നെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമായിട്ട് അറ്റാച്ച് ചെയ്ത രീതിയിൽ, അല്ലെങ്കിൽ ഫ്രീ ഫോമിലാണ് ഇത് കാണപ്പെടുന്നത്. ഓക്കെ. ഈ റൈബോസോം RNA മോളിക്യൂൾസ് വെച്ചിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. നമ്മുടെ റൈബോസോം ഫോം ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്ന എവിടെയാണ്? മെയിനായിട്ട് റൈബോസോമിലാണ്. റൈബോസോമിലാണ്. അപ്പോൾ ഇത് നമ്മൾ അമ്മയായിട്ട് കണക്ട് ചെയ്തു, അതിൻ്റെ ഡിസ്കവർ ചെയ്ത ആളെ കണക്ട് ചെയ്തു. അപ്പോൾ ഇതാണ് എന്തിനെ പറ്റി പറയാനുള്ള? റൈബോസോമിനെ പറ്റി പറയാനുള്ളത്. ഇനി അടുത്ത നമ്മുടെ കഥയിലെ ആളാണ് നമ്മളെ പോലുള്ളൊരു മോൻ. അവൻ്റെ പേരെന്താ ഞാൻ പറഞ്ഞ? ഗോൾഗി അപ്പാരറ്റസ്. ഓക്കെ. നമ്മുടെ വീട്ടിലെ ഏറ്റവും അഴുക്ക അല്ലെങ്കിൽ ഏറ്റവും മോശ ക്യാമിയോ റോളാണ്. അഴുക്ക ചെക്കൻ എന്നൊക്കെ പറയത്തില്ലേ? അതുപോലെ ഒരു ക്യാമിയോ റോളാണ് നമുക്കുള്ളതെന്ന് വിചാരിക്കുക. ഏറ്റവും മോശം ക്യാമിയോ റോൾ. ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ സെറ്റാവും. പക്ഷെ ഇപ്പോൾ ഒരു മോശം അവസ്ഥയാണ്. ക്യാമിയോ റോളാണ്, വൃത്തികെട്ട റോളാണ് ഈ സിനിമയിലുള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പറയുന്ന റൈബോസോം കണ്ടുപിടിച്ചത് ഗോൾഗി അപ്പാരറ്റസ് കണ്ടുപിടിച്ചത് ക്യാമിലോ ഗോൾഗിയാണ്. ആരാണ്? ക്യാമിലോ ഗോൾഗിയാണ്. ഓക്കെ. ദെൻ ഈ പറയുന്ന ഗോൾഗി അപ്പാരറ്റസ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കിടക്കുന്ന ഈ പറഞ്ഞ പോലെ ഈ കാണുന്ന സ്ട്രക്ചർ, ഗോൾഗി അപ്പാരറ്റസിൽ ഈ കാണുന്ന സ്ട്രക്ചറിനെ നമ്മൾ എന്ത് പറയും? സിസ്റ്റേണ എന്ന് പറയും. ഓക്കെ. അതും ഇതിന്റെ കൂട്ടത്തിൽ നമ്മളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ കാണാൻ പറ്റുന്നില്ലേ? അതിനാണ് നമ്മൾ സിസ്റ്റേണ എന്ന് പറയുന്നത്. ഓക്കെ. മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യണം? വീട്ടിലോട്ടുള്ള സാധനങ്ങൾ എത്തിക്കണം, പാക്ക് ചെയ്യണം. ഓക്കെ. വർക്ക് ആസ് എ സ്റ്റോറേജ്. ഇതെന്ത് ചെയ്യും? വർക്ക് ആസ് എ സ്റ്റോറേജ്, പ്രോസസ്സിംഗ്, പാക്കേജിങ് മെറ്റീരിയൽ. ഓക്കെ. ഇതാണ് എന്തിനെ പറ്റി പറയുന്നത്? ഗോൾഗി അപ്പാരറ്റസിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഇനി ഈ കാണുന്ന സെല്ലില് കാണുന്ന ഈ പറയുന്ന നെറ്റ്വർക്ക് പോലുള്ള
ഇതേപോലുള്ള സ്ട്രക്ചറിനെ നമ്മൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയും. ഈ കാണുന്ന സ്ട്രക്ചറിനെ നമ്മൾ എന്തെന്ന് പറയും? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയും. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയും. ഓക്കെ, ഇത് ഒരു നെറ്റ്വർക്ക് പോലെ കിടക്കുന്ന കുറെ ഇങ്ങനെ കുറെ ട്യൂബ്യൂൾസ് ഇങ്ങനെ കൂടിച്ചേർന്നിട്ട് കിടക്കുന്ന ഒരു സ്ട്രക്ചറാണ്, സൈറ്റോപ്ലാസത്തിന്റെ അകത്ത് കാണപ്പെടുന്ന ഒരു സ്ട്രക്ചറാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ മെയിൻ ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽസ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഓക്കെ, ഇതിന്റെ മെയിൻ ഫങ്ഷൻ എന്താണ്? മെറ്റീരിയൽസ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതുപോലെ തന്നെ സെല്ലിനൊരു ഫ്രെയിം വർക്ക്, ഒരു സ്ട്രക്ചർ നൽകാനും ഇത് സഹായിക്കുന്നുണ്ട്. അതും ഒന്ന് ഓർത്ത് വെച്ചേക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ കഥയിൽ അടുത്ത വന്നായിരുന്നു നമ്മുടെ സെക്യൂരിറ്റി മാമൻ. സെക്യൂരിറ്റി മാമന്റെ പേര് നമ്മൾ എന്താ പറഞ്ഞ? ലൈസോസോം. സെക്യൂരിറ്റി മാമന്റെ പേര് എന്താ പറഞ്ഞ? ലൈസോസോം. നമ്മുടെ വീടിന് വേണ്ടി അങ്ങേര് എന്ത് ചെയ്യാം? സ്വന്തം ജീവൻ പോലും വേണമെങ്കിൽ സൂയിസൈഡൊക്കെ ചെയ്തിട്ട് സ്വന്തം ജീവൻ ത്യജിച്ചിട്ട് നമ്മളെ രക്ഷിക്കാൻ വരെ റെഡിയാവും. ഇപ്പൊ സൂയിസൈഡൽ ബാഗ് ഓഫ് സെൽ എന്നറിയപ്പെടുന്ന ഏതാണ്? സൂയിസൈഡൽ ബാഗ് ഓഫ് സെൽ എന്നറിയപ്പെടുന്ന ഏതാണ്? ലൈസോസോമാണ്. സൂയിസൈഡൽ ബാഗ് ഓഫ് സെൽ എന്നറിയപ്പെടുന്ന ഏതാണ്? ലൈസോസോം. ദെൻ ഇങ്ങനെ ഭയങ്കര ബ്രേവ് ആയിരുന്നു നമ്മൾ പറഞ്ഞല്ലേ. ഏതോ വന്നു കഴിഞ്ഞാൽ ഡേ ആരാടെ കയറി വരുന്നതെന്നൊക്കെ ചോദിക്കുമെന്ന് പറഞ്ഞു. സോ ഡേ ഡൂവേ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പറയുന്ന ലൈസോസോം എന്ത് ചെയ്തത്? ഡിസ്കവർ ചെയ്തത്. ഓക്കെ, ഇതും ഒരു സിംഗിൾ മെംബ്രെയിൻ ആയിട്ടുള്ള സ്ട്രക്ചറാണ് വരുന്നത്. ഓക്കെ, ഇതിന്റെ മെയിൻ ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർ സെല്ലുലാർ ഡൈജഷൻ ആണ്. ഇന്റർ സെല്ലുലാർ ഡൈജഷൻ ആണ്. ഓക്കെ, അതായത് ഈ ഇതിന്റെ അകത്ത് കാണപ്പെടുന്ന എൻസൈമുകൾ, ലൈസോസോമിന്റെ അകത്ത് കാണപ്പെടുന്ന എൻസൈമുകൾ എന്ത് ചെയ്യും? ഈ പറയുന്ന നമ്മുടെ എൻറ്റയർ സെല്ലിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പ്രാപ്തിയുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എന്തെന്ന് പറയുന്നത്? സൂയിസൈഡൽ ബാഗ് ഓഫ് സെൽ എന്ന് കൂടി അറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ ഈ പറയുന്ന ലൈസോസോം നമ്മുടെ ആർ ബി സി ഇല്ലേ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്ന ആർ ബി സി ഇല്ലേ, ആർ ബി സിയിൽ ലൈസോസോം കാണത്തില്ല. ആർ ബി സിയിൽ റെഡ് ബ്ലഡ് കോർപ്പസ്ക്യൂൾസിൽ എന്ത് കാണത്തില്ല? ലൈസോസോം കാണപ്പെടത്തില്ല. ലൈസോസോം കാണപ്പെടത്തില്ല. ഓക്കെ, ഇനി നമ്മുടെ കഥയിൽ ഈ ഒരു സംഭവം പറഞ്ഞിട്ടില്ലായിരുന്നു, എന്നാലും നമുക്കിത് നോക്കണം. സെൻട്രോസോം എന്ന് പറയും. സെൻട്രോസോം എന്ന് പറയും. സെൻട്രോസോം കണ്ടുപിടിച്ച ബോവേരി എന്ന് പറയുന്ന ആളാണ്. സെൻട്രോസോം കണ്ടുപിടിച്ച എന്താണ്? ബോവേരി. ഈ സെൻട്രോസോം എന്ന് പറയുന്നത് ആനിമൽ സെൽസിൽ മാത്രമേ കാണൂ. ആനിമൽ സെൽസിൽ മാത്രമേ എന്ത് കാണുള്ളൂ? സെൻട്രോസോം കാണപ്പെടുള്ളൂ. ഓക്കെ, അതും ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, സെൽ ഡിവിഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഈ സെൻട്രോസോം കിടക്കുന്നത്. അതും ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. ഇനി നമുക്ക് മെയിൻ ആയിട്ട് വരേണ്ടത് വാക്യൂള്. വാക്യൂള് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. വാക്യൂള് ഇതാണ് വാക്യൂള്. വാക്യൂള് നമ്മുടെ കഥയിൽ മനയിലാത്ത അറയാണ്, പക്ഷെ ഒന്നുമില്ലാത്ത അറ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാഴായിട്ടുള്ള അറ. ഓക്കെ, ഇതും ഒരു സിംഗിൾ മെംബ്രെയിൻ ആയിട്ടുള്ള എന്താണ്? പോർഷൻ ആണ്. ഈ പറയുന്ന വാക്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള സിംഗിൾ മെംബ്രെയിൻ ആയിട്ടുള്ള ഡെഡ് ഓർഗനല്ലെയാണ്. ഓക്കെ, ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള സിംഗിൾ മെംബ്രെയിൻ ആയിട്ടുള്ള ഡെഡ് ഓർഗനലെ ഓഫ് ദ സെല്ലാണ് ഈ പറയുന്ന എന്തെന്ന് പറയുന്ന വാക്യൂള് എന്ന് പറയുന്നത്. ഇത് പൊതുവെ പ്ലാന്റ് സെല്ലിൽ ഈ വാക്യൂളിന്റെ സൈസ് ആനിമൽ സെൽസിനേക്കാളും വലുതായിരിക്കും. പ്ലാന്റ് സെല്ലിൽ വാക്യൂളിന്റെ സൈസ് എന്തായിരിക്കും? ആനിമൽ സെല്ലിനേക്കാളും വലുതായിരിക്കും. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഈ ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്മോ റെഗുലേഷൻ ആണ്. ഓസ്മോ റെഗുലേഷൻ. ഓസ്മോ റെഗുലേഷന് സഹായിക്കുന്ന ഏതാണ്? വാക്യൂൾ ആണ്. ഓസ്മോ റെഗുലേഷന് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടോക്സിക് ആയിട്ടുള്ള മെറ്റാബോളിക് വേസ്റ്റസ് നമ്മുടെ കഥയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചീത്ത സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്നു. ടോക്സിക് ആയിട്ടുള്ള മെറ്റബോളിക് വേസ്റ്റ് സ്റ്റോർ ചെയ്യുന്ന എവിടെയായിരിക്കും? ടോക്സിക് ആയിട്ടുള്ള മെറ്റബോളിക് വേസ്റ്റുകൾ സ്റ്റോർ ചെയ്യുന്നതും എവിടെയായിരിക്കും? ഈ പറയുന്ന വാക്യൂളിലായിരിക്കും. വാക്യൂളിന് ആയിരിക്കും. ഈ വാക്യൂളിനെ സറൗണ്ട് ചെയ്തിട്ടുണ്ടാകുന്ന മെംബ്രെയിനെ
നമ്മൾ വിളിക്കുന്ന പേരാണ് ടോണോപ്ലാസ്റ്റ്. വാക്യൂളിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന മെംബ്രെയിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ടോണോപ്ലാസ്റ്റ്. ടോണോപ്ലാസ്റ്റ്. ഓക്കെ. ടൺ കണക്കിന് വേസ്റ്റ് എന്ന് വിചാരിക്കാം. ടൺ കണക്കിന് വേസ്റ്റ് എന്ന് വിചാരിക്കാം. സോ ടോണോ ടൺ. ഓക്കെ. ഇനി നമ്മുടെ കഥയിലെ മെയിൻ ആരായിരുന്നു? അച്ഛനായിരുന്നു. എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നു അല്ലേ? അപ്പൊ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്ത അച്ഛനെയാണ് നമ്മൾ വീട്ടിലെ സെന്റർ പോർഷൻ കൊടുത്തത്. അപ്പോൾ കഥയിലെ മെയിൻ ആരായിരുന്നു? അച്ഛൻ. അച്ഛന്റെ പേരെന്താണ്? ന്യൂക്ലിയസ്. അപ്പൊ ഇത് യൂക്യാരിയോട്ടിക് സെല്ലേ ഉണ്ടാവുള്ളൂ, അത് ഓർത്ത് വെച്ചേക്കണം. കാരണം യൂക്യാരിയോട്ടിക് സെൽ എന്ന് പറയുമ്പോൾ തന്നെ ന്യൂക്ലിയസ് ഉള്ളതാണ്. ഈ ന്യൂക്ലിയസ് ഏകദേശം സെൻട്രലായിരിക്കും കാണപ്പെടുന്നത്. സെല്ലിന്റെ ഒത്ത നടുക്കായിട്ടുള്ള രീതിയിലായിരിക്കും മെയിനായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ. സ്പെറിക്കൽ ഷേപ്പ് ആയിരിക്കും ഏകദേശം വരുന്നത്. സെല്ലിലെ എല്ലാ ആക്ടിവിറ്റിയും കൺട്രോൾ ചെയ്യുന്നത്, നമ്മുടെ കഥയിലെ അച്ഛനെ പോലെ സെല്ലിലെ എല്ലാ ആക്ടിവിറ്റിയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ന്യൂക്ലിയസ് ആണ്. അതുകൊണ്ട് തന്നെ കൺട്രോൾ റൂം ഓഫ് സെൽ എന്നറിയപ്പെടുന്ന ആരാണ്? കൺട്രോൾ റൂം ഓഫ് സെല്ല് ന്യൂക്ലിയസ് ആണ്. കൺട്രോൾ റൂം ഓഫ് സെൽ എന്നറിയപ്പെടുന്ന ആരാണ്? ന്യൂക്ലിയസ് ആണ്. ഓർത്ത് വെച്ചേക്കണേ. ഓക്കെ. ദെൻ DNA, നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽസ് ആയിട്ടുള്ള DNA ഒക്കെ എവിടെ കാണപ്പെടും? ഈ പറയുന്ന ന്യൂക്ലിയസിന്റെ അകത്ത് കാണപ്പെടും. നമ്മൾ ഓൾറെഡി കണ്ടു, ന്യൂക്ലിയസിൽ അല്ലാതെ മൈറ്റോകോൺട്രിയയിലും DNA മോളിക്യൂൾസ് നമ്മൾ കണ്ടായിരുന്നു. ഓക്കെ. ഇതും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇതും നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി നമ്മൾ പോകുന്നത് ഓൾമോസ്റ്റ് റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി അപ്പാരറ്റസ്, ലൈസോസോം, സെൻട്രോസോം എല്ലാം പറഞ്ഞു. ഇനിയിപ്പോ പ്ലാൻ സെല്ലിന് മാത്രം കാണപ്പെടുന്ന സ്ട്രക്ചർ ഉണ്ട്. അതിനെ നമ്മൾ എന്തെന്ന് പറയും? പ്ലാസ്റ്റിഡുകൾ എന്ന് പറയും. പ്ലാൻ സെല്ലിന് മാത്രം കാണപ്പെടുന്ന ഐറ്റം ഉണ്ട്, പ്ലാസ്റ്റിഡ്. എങ്ങനെ ഓർക്കാം? നിങ്ങൾ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. ഉറപ്പായിട്ടും ക്ലോറോപ്ലാസ്റ്റ് എന്ന ചെറിയ ക്ലാസ്സിലെങ്കിലും കേട്ടിട്ടുണ്ടാവും. അതിൽ ഈ പ്ലാസ്റ്റ് എന്ന് പറയുന്നത് ക്ലോറോ ഈ പ്ലാസ്റ്റിഡിന്റെ മെയിൻ ആയിട്ട് 3 ടൈപ്പാണ് ഉള്ള. അതിലൊന്നാണ് സത്യം പറഞ്ഞാൽ ക്ലോറോപ്ലാസ്റ്റ്. അതിലൊന്നാണ് എന്തെന്ന് പറയുന്നത്? ക്ലോറോപ്ലാസ്റ്റ്. അപ്പോൾ പ്ലാന്റ് സെല്ലിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ പ്ലാസ്റ്റിഡുകൾ കാണപ്പെടും, ആനിമൽ സെല്ലിൽ കാണില്ല. ഓർത്ത് വെച്ചേക്കുക. ഇനി ഇതിനെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. ഇതിനെ എത്രയായിട്ട് തിരിക്കാം? 3ആയിട്ട് തിരിക്കാം. ക്ലോറോപ്ലാസ്റ്റ് മെയിൻ ആയിട്ട് 3ആയിട്ട് ഞാൻ തിരിക്കുന്നുണ്ട്. ക്ലോറോപ്ലാസ്റ്റ്. അടുത്താണ് ക്രോമോപ്ലാസ്റ്റ്. അടുത്തെന്താണ്? ക്രോമോപ്ലാസ്റ്റ്. അടുത്താണ് ലൂക്കോപ്ലാസ്റ്റ്. അടുത്തെന്താണ്? ലൂക്കോപ്ലാസ്റ്റ്. ഓക്കെ. ക്ലോറോപ്ലാസ്റ്റ്, ദെൻ ക്രോമോപ്ലാസ്റ്റ്, ലൂക്കോപ്ലാസ്റ്റ്. ഓക്കെ. ക്ലോറോപ്ലാസ്റ്റ് അറിയാം, ഗ്രീൻ ലീവ്സിലൊക്കെ കാണുന്നത്. സോ ഗ്രീൻ പ്ലാന്റ്സിലെ ഗ്രീൻ പിഗ്മെന്റിന് കാരണം ഏതാണ്? ക്ലോറോപ്ലാസ്റ്റ് ആണ്. ഗ്രീൻ പ്ലാന്റ്സിലെ ഗ്രീൻ പിഗ്മെന്റിന് കാരണം എന്താണ്? ക്ലോറോപ്ലാസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് എന്ത് പേരിലും അറിയപ്പെടും? കിച്ചൺ ഓഫ് ദ സെൽ എന്ന പേരിൽ അറിയപ്പെടും. എന്ത് പേരിൽ അറിയപ്പെടും? കിച്ചൺ ഓഫ് ദ സെൽ എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടും. കിച്ചൺ ഓഫ് ദ സെൽ എന്ന പേരിലും അറിയപ്പെടും. ഓക്കെ. ഇതിന് മെയിൻ ആയിട്ട് 2 മെമ്പറൈനാണ് ഉള്ളത്. ഓക്കെ. ഒരു ഔട്ടർ മെമ്പറൈനും ഇന്നർ മെമ്പറൈനും. ഔട്ടർ മെമ്പറൈനിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഗ്രാന കാണാൻ പറ്റും. ഇന്നർ മെമ്പറൈനിൽ എന്ത് കാണാൻ പറ്റും? സ്റ്റോമ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാം, ഗ്രാനയും സ്റ്റോമയും. ഓക്കെ. ഇനി ഇതിനകത്ത് ഈ കോയിൻ ഇങ്ങനെ അടുക്കി 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 വെച്ചിരിക്കുന്ന സാധനമില്ലേ, അതാണ് ഗ്രാനം എന്ന് പറയുന്നത്. ഓക്കെ. ഈ കോയിന് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുന്ന പോലെ കാണപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്ന ഗ്രാനം എന്ന് പറയുന്നത്. ഈ ഓരോ കോയിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് തൈലക്കോയിഡ് എന്ന് പറയും. ഈ ഓരോ കോയിനെ നമ്മൾ എന്ത് പേര് വിളിക്കും? തൈലക്കോയിഡ് എന്ന് പറയും. ഈ കോയിൻ ഇങ്ങനെ അടുക്കി 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 വെച്ചിരിക്കുന്ന സ്ട്രക്ചറാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ഈ പറയുന്ന ഗ്രാന എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിഗർ ഞാൻ കാണിക്കാൻ കാരണം നമ്മുടെ ലാസ്റ്റ് CGL പ്രിലിംസിന് ഈ ഫിഗർ വെച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിഗർ വെച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റണം. അതിനും കൂടിയാണ് ഈ പറയുന്ന രീതിയിൽ ഫിഗർ കാണിക്കുന്നത്. ഓക്കെ. ദെൻ ഇന്നർ പാർട്ടിൽ കാണുന്നതാണ് നിങ്ങൾക്ക് സ്റ്റോമ കാണാൻ പറ്റും. ഇന്നർ പാർട്ടിൽ കാണുന്നതാണ് സ്റ്റോമ എന്ന് പറയുന്നത്. ഓക്കെ. ഈ നമ്മുടെ ഫോട്ടോസിന്തസിൽ ലൈറ്റ് റിയാക്ഷൻ എന്നും ഡാർക്ക് റിയാക്ഷൻ എന്നും പറയുന്നുണ്ട്. ഓക്കെ. ലൈറ്റ് റിയാക്ഷനും ഉണ്ട്, ഡാർക്ക് റിയാക്ഷനും ഉണ്ട്. ഈ ലൈറ്റ് റിയാക്ഷൻ നടക്കുന്ന എവിടെയാണ്? ഗ്രാനത്തിലാണ്. ജസ്റ്റ് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. പുറമേ കാണുന്ന ഏതാണ്? ഗ്രാനം അല്ലേ?
അപ്പോൾ വെളിയിലായിരിക്കും ലൈറ്റ് കിട്ടാൻ പോസിബിലിറ്റി. അപ്പോൾ ലൈറ്റ് റിയാക്ഷൻ എവിടത്തിലായിരിക്കും? ഗ്രാനത്തിലായിരിക്കും. അതുപോലെ തന്നെ ഡാർക്ക് റിയാക്ഷൻ എവിടെയാണ് നടക്കുന്നത്? സ്ട്രോമയിലാണ് നടക്കുന്നത്. സ്ട്രോമയിലാണ് നടക്കുന്നത്. ഈ സ്ട്രോമയ്ക്കും സത്യം പറഞ്ഞാൽ, അതായത് ഈ സ്ട്രോമയ്ക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ DNA ഉണ്ട് സ്ട്രോമയുടെ അകത്തും. സ്ട്രോമയും കമ്പോസ് ചെയ്തിരിക്കുന്ന ഡബിൾ സർക്കുലർ. നേരത്തെ നമ്മൾ മൈറ്റോകോൺട്രിയയുടെ കേസിൽ എന്താ പഠിച്ചത്? സിംഗിൾ സർക്കുലർ. ഇത് ഡബിൾ സർക്കുലർ DNA വെച്ചിട്ടാണ് എന്ത് ഫോം ചെയ്തിരിക്കുന്നത്? ഈ പറയുന്ന സ്ട്രോമ ഫോം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ റൈബോസോമും കാണാൻ പറ്റും. റൈബോസോമും കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ന്യൂക്ലിയസിനെ കൂടാതെ പ്ലാസ്റ്റിഡിനകത്തും എന്തുണ്ടെന്ന് പറയാം? DNA ഉണ്ടെന്ന് പറയാം അല്ലേ? പ്ലാസ്റ്റിഡിൽ എവിടെ? ക്ലോറോപ്ലാസ്റ്റിനകത്ത്. അതുപോലെ തന്നെ മൈറ്റോകോൺട്രിയയിലും DNA ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഇതാണ് അവിടെ മെയിനായിട്ട് ആദ്യമേ നോക്കാനുള്ളത്. ഇനി അടുത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോമോപ്ലാസ്റ്റ് ആണ്. ക്രോമോപ്ലാസ്റ്റ് തന്നെ നമുക്ക് വേണമെങ്കിൽ മൂന്നായിട്ട് തിരിക്കാം. ഒന്ന് ലൈക്കോപ്പീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൊമാറ്റോ ഇല്ലേ, ടൊമാറ്റോയ്ക്ക് റെഡ് കളർ കൊടുക്കുന്ന ഏതാണ്? ലൈക്കോപ്പീൻ ആണ്. അതുപോലെ തന്നെ ക്യാരറ്റിനൊക്കെ ഓറഞ്ച് കളറല്ലേ? അപ്പൊ ക്യാരറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇത് നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. കരോട്ടിൻ ഓറഞ്ച് കളർ പ്രൊവൈഡ് ചെയ്യുന്ന ഓറഞ്ച് യെല്ലോ കളർ പ്ലാന്റ്സിന് കൊടുക്കുന്ന ഏതാണ്? ഈ പറയുന്ന കരോട്ടിനാണ്. പിന്നെ ഉള്ളതാണ് ബെറ്റാനിൻ. ഷുഗർ ബീറ്റിൽ കാണപ്പെടുന്നതാണ് ഈ പറയുന്ന ബെറ്റാനിൻ എന്ന് പറയുന്നത്. ഓക്കെ, ലൂക്കോപ്ലാസ്റ്റ്. പേരിൽ ലൂക്കോ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് തന്നെ വൈറ്റ് എന്നാണ്. സോ ഇതിന് കളറില്ല, കളർലെസ് ആണ്. ലൂക്കോയിന്റെ മീനിങ് തന്നെ കളർലെസ് എന്നാണ് മീനിങ് വരുന്നത്. ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ഫുഡ് സ്റ്റോറേജ് ആണ് മെയിൻ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. സ്റ്റാർച്ച്, പ്രോട്ടീന്, അതുപോലുള്ള സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നതാണ് ലൂക്കോപ്ലാസ്റ്റിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. ഇപ്പോൾ പ്ലാസ്റ്റിഡിനെ മൂന്നായിട്ട് തിരിച്ചു: ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ലൂക്കോപ്ലാസ്റ്റ്. അതിൽ ലൂക്കോപ്ലാസ്റ്റിൽ കളർലെസ് ആണ്, ഫുഡ് സ്റ്റോറേജ് ആണ് മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. ഇതാണ് പ്ലാസ്റ്റിഡിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് അവസാനമായിട്ട് നോക്കാനുള്ളത് പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും തമ്മിലുള്ള വ്യത്യാസം. എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് പതുക്കെ പോവും. പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തത് സെൽ വോള്. പ്ലാന്റ് സെല്ലിന് മാത്രമേ കാണപ്പെടുകയുള്ളൂ. പ്ലാന്റ് സെല്ലിന് മാത്രമേ സെൽ വോൾ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഞാൻ പ്ലാന്റ് സെല്ലിന് കേസ് മാത്രം പറയാം. സെൽ വോള് പ്ലാന്റ് സെല്ലിന് മാത്രമേ കാണപ്പെടൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനിമൽ സെല്ലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആനിമൽ സെല്ലിലില്ല. നമ്മൾ ബാക്ടീരിയയിൽ കണ്ടു. ഓക്കെ, ദെൻ പ്ലാസ്റ്റിഡ് കാണപ്പെടും അല്ലേ? ക്ലോറോപ്ലാസ്റ്റ് പോലുള്ള സാധനങ്ങൾ കാണപ്പെടും. സെൻട്രോസോം ഇല്ല. സെൻട്രോസോം ആബ്സെന്റ് ആണ്. ദെൻ ആനിമൽ സെല്ലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വാക്യൂളിന്റെ സൈസ് വലുതാണ്. വാക്യൂളിന്റെ സൈസ് എന്താണ്? ഇതിനകത്ത് വലുതാണ്. ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനുകളിലോട്ട് പോകാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകളാണ്. ഓക്കെ, സെൽ വിത്ത് വെൽ ഓർഗനൈസ്ഡ് ന്യൂക്ലിയസ് വിത്ത് ന്യൂക്ലിയർ മെമ്പറൈൻ ആർ നെയിംഡ് ആസ്. SSC MTS 2023 ചോദിച്ചതാണ്. ഓക്കെ, വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസും ന്യൂക്ലിയർ മെംബ്രെയിനും കാണപ്പെടുന്ന ഏതിലാണെന്ന് നമ്മൾ പഠിച്ച്? യൂകാരിയോട്ടിക് സെൽ. ഓക്കെ, ഓൾറെഡി നമ്മൾ കണ്ടു. ഓക്കെ, വിച്ച് സൈറ്റോളജിസ്റ്റ് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇൻ ദ പ്രോട്ടീൻ പ്രോസസ്സിംഗ് ആൻഡ് സോർട്ടിംഗ് വേരിയസ് ടൈപ്സ് ഓഫ് സെല്ലിംഗ് 1960 SSC CHSL 2023. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടില്ല, പക്ഷെ നമ്മളൊരു സാധനം പഠിച്ചു. എന്താ പഠിച്ചേ? റൈബോസോമുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് പഠിച്ചു? പ്രോട്ടീൻ സിന്തസിസിനെ പറ്റി പഠിച്ചു. ഇവിടെയും എന്താണ്? പ്രോട്ടീൻ സിന്തസിസിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ജോർജ് ഇ ഹലേഡെ ആയിരിക്കും ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫ്ലാറ്റഡ് മെംബ്രെയിൻ ബൗണ്ട് സാക്സ് പ്രസന്റ് ഇൻ ഗോൾഗി അപ്പാരറ്റസ് ആർ നോൺ ആസ്. SSC MTS 2023 എന്താ നമ്മൾ കണ്ട? സിസ്റ്റേണ്
സിസ്റ്റേണ്. നമ്മൾ ഫിഗർ കണ്ടായിരുന്നല്ലോ, സിസ്റ്റേണ്. ആന്റോവിയൻ ലെവൻഹുക്ക് ഡിസ്കവേർഡ് സിംഗിൾ സെയിൽഡ് ലൈഫ് ഫോം. SSC CGL 2023 ക്വസ്റ്റ്യൻ ആണ്. ആന്റോണിയൻ ലെവൻഹുക്ക് നമ്മൾ തുടക്കത്തിൽ തന്നെ എന്താ പറഞ്ഞ, ഈ പറയുന്ന സെല്ലിനെ പറ്റി പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിനെ പറ്റിയാ പറഞ്ഞ 1677 സത്യം പറഞ്ഞാൽ നമുക്ക് വരുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം, 1674 കൊടുക്കാം. ഓക്കെ, വിച്ച് പാർട്ട് ഓഫ് സെൽ കൺവേർട്ടഡ് ന്യൂട്രിയൻസ് ഇൻറ്റു എനർജി. SSC CHL 2023 ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് എനർജി ഹൗസ് ഓഫ് സെൽ എന്നറിയപ്പെടുന്ന ഏതാ? മൈറ്റോകോൺട്രിയ. ഓക്കെ, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് സെൽ ഇൻ വിച്ച് ലോങ് ആൻഡ് ബ്രാഞ്ചഡ്, ലോങ്ങും ബ്രാഞ്ചഡും ആയിട്ടുള്ള സെല്ല്. ഓക്കെ, ഏതാണ് ലോങ്? നെർവ് സെല്ലാണ്. SSC സെലക്ഷൻ പോസ്റ്റ് 2023 ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ സെൽ മെമ്പറൈൻ. SSC സെലക്ഷൻ പോസ്റ്റ് 2023. സെൽ മെം ഓക്കെ, കറക്റ്റ് ആണ്. സെൽ മെമ്പറൈൻ ഈസ് മേഡ് അപ്പ് ഓഫ് ഫാറ്റ് ആൻഡ് ഫൈബേഴ്സ്. സെൽ മെമ്പറൈൻ ഈസ് മേഡ് അപ്പ് ഓഫ് ഓൺലി ലിപ്പിഡ്. സെൽ മെമ്പറൈൻ ഈസ് മേഡ് അപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ് ആൻഡ് പ്രോട്ടീൻ. സെൽ മെമ്പറൈൻ ഈസ് മേഡ് അപ്പ് ഓഫ് റഫേജ്. ഓക്കെ, സെൽ മെമ്പറൈന് എന്തൊക്കെ വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത്. സെൽ മെമ്പറൈൻ മേഡ് അപ്പ് ഓഫ് ലിപ്പിഡ് ആൻഡ് പ്രോട്ടീൻ. അപ്പോൾ എന്തും ഉണ്ടാവും, കാർബോഹൈഡ്രേറ്റും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി. ഇൻ സെൽ പ്രോട്ടീൻ സിന്തസിസ് ഒക്യൂറിൻ. നമ്മൾ പഠിച്ചു നമ്മുടെ കഥയിലെ റൈബോസോം. SSC CGL 2023 ക്വസ്റ്റ്യൻ ആണ് ഇത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗനലെ ക്യാൻ റെപ്ലിക്കേറ്റ് ഇറ്റ് സെൽഫ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗനലെ ക്യാൻ റെപ്ലിക്കേറ്റ് ഇറ്റ് സെൽഫ്. അത് ആക്ച്വലി ഈ ഒരു സാധനത്തിന് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു. ഓപ്ഷനകത്ത് സൈറ്റോപ്ലാസം ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വാക്യൂൾസ് ഉണ്ട്, ദെൻ ഗോൾഗി അപ്പാരറ്റസ് ഉണ്ട്, മൈറ്റോകോൺട്രിയ ഉണ്ട്. ഇത് വരുന്നത് SSC CHSL 2022 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ആ ആൻസർ നിങ്ങൾ കമൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കമൻ്റ് ആയിട്ട് ചെയ്യുക. ഓക്കെ, ഇൻ വിച്ച് ഇയർ ഡിഡ് റുഡോൾഫ് ലൂഡ്വിങ് കോൾ വെർച്ചോ പ്രൊപ്പോസ്ഡ് ഫേമസ് ഫോർമുല ഒമിനിസെല്ലുല ഇ സെല്ലുല വിച്ച് ബിക്കേം പാർട്ട് ഓഫ് ഫൗണ്ടേഷൻ ഓഫ് സെൽ തിയറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമിനിസെല്ലുല ഈ സെല്ലുല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെൽ തിയറി പഠിച്ചപ്പോഴത്തേക്ക് പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെല്ലിൽ നിന്നാണ് ഫോം ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒമിനിസെല്ലുല ഈ സെല്ലുല എന്ന് പറയുന്നത്. ഓക്കെ, ഇത് റുഡോൾഫ് വിർച്ചോ ആണ് ഈ പറയുന്ന ഫോർമുല ഒമിനിസെല്ലുല ഈ സെല്ലുല എന്ന് പറഞ്ഞത്. SSC CHSL 2023 ക്വസ്റ്റ്യൻ ആണ്. 1855 ഈ ഒരു ലാറ്റിൻ ഫ്രേസ് പുള്ളി പറഞ്ഞത്. ഇൻ സെൽ ബയോളജി വിച്ച് ലാർജർ ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലെ ഈസ് മെയ്ഡ് സംടൈംസ് ഓൾസോ കോൾഡ് സെൻട്രൽ യൂണിറ്റ് ഓർ സെൽ ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻ ക്രോമസോം ബിയർ ജനറ്റിക് മെറ്റീരിയൽ. SSC CHSL 2022 ആണ്. ഓക്കെ, ഏതാണ് വരുന്നത്? സെൻട്രൽ യൂണിറ്റ് ഓഫ് സെൽ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ജനറ്റിക് മെറ്റീരിയൽസും ക്രോമസോമും കാണപ്പെടുന്നു. ഏതാണ് വരുന്നത്? മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഏതാണ്? ന്യൂക്ലിയസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് മൈറ്റോകോൺട്രിയ ഇസ് കറക്റ്റ്? SSC CHSL 2022 ആണ്. മൈറ്റോകോൺട്രിയ ആർ നോട്ട് ബൗണ്ടഡ് ബൈ എനി മെമ്പറൈൻ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ ഉണ്ട്. രണ്ടാമത്തത് മൈറ്റോകോൺട്രിയ ഒൺലി പ്രസന്റ് ഇൻ ബാക്ടീരിയ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്.
ബാക്ടീരിയയിൽ ഉണ്ടോ? നമുക്ക് നോക്കാം. മൈറ്റോകോൺട്രിയ വിത്തൗട്ട് ആൻ ഔട്ടർ മെമ്പറൈൻ ഈസ് കോൾഡ് മൈറ്റോപ്ലാസ്റ്റ്. Then mitochondria are present in all living cells. Mitochondria are present in all living cells. Okay. ഏതാ വരുന്നത്? ഓക്കെ. ആദ്യമേ മൈറ്റോപ്ലാസ്റ്റ് എന്താണെന്ന് അറിയണം. മൈറ്റോപ്ലാസ്റ്റ് എന്താണെന്ന് അറിയണം. ഓക്കെ. മൈറ്റോപ്ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈറ്റോകോൺട്രിയയുടെ ഔട്ടർ മെമ്പറൈന് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഔട്ടർ മെമ്പറൈൻ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്ന മൈറ്റോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. മൈറ്റോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ എന്തായിരിക്കും? സി ആയിരിക്കും. മൈറ്റോകോൺട്രിയ വിത്തൗട്ട് ആൻ ഔട്ടർ മെമ്പറൈൻ ഈസ് കോൾഡ് മൈറ്റോപ്ലാസ്റ്റ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് മൈറ്റോകോൺട്രിയ ഈസ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. മൈറ്റോപ്ലാസ്റ്റ് ആർ സ്പെഷ്യലി ഫോം ഓഫ് എ മൈറ്റോകോൺട്രിയ വിത്ത് ഔട്ടർ മെമ്പർ, ഇന്നർ മെമ്പറൈൻ, മെട്രിക്സ്. ഓക്കെ, നമ്മളിത് ഓൾറെഡി മെട്രിക്സ് എന്താണ് എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ഐഡന്റിഫൈ ദ കോമ്പോണന്റ് ദാറ്റ് ഫൗണ്ട് ഇൻ യൂക്യാരിയോട്ടിക് സെൽ. only eukaryotic cell. ഓക്കെ, ഏതാണ് വരുന്നത്? SSC CHS 2022 ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ന്യൂക്ലിയർ മെമ്പറൈൻ. ഐഡന്റിഫൈ ദ കോമ്പോണന്റ് ദാറ്റ് യൂണീക്ലി ഫൗണ്ട് ഇൻ പ്രോക്യാരിയോട്ടിക് സെൽ. പ്രോക്യാരിയോട്ടിക് സെല്ലിന് മാത്രം കാണപ്പെടുന്ന കോമ്പോണന്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. SSC CHS 2022 ചോദിച്ചാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീസോസോം ആണ്. മീസോസോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന ബാക്ടീരിയ അതുപോലെയൊക്കെ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഉള്ളിൽ തള്ളി നിൽക്കുന്ന നാര് പോലത്തെ പ്രൊജക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനെയാണ് സത്യം പറഞ്ഞാൽ മീസോസോം എന്ന് പറയുന്നത്. മീസോസോം എന്ന് പറയുന്നത്. അത് പ്രോക്യാരിയോട്ടിക് സെൽസിൽ മാത്രമേ കാണപ്പെടാറുള്ളൂ. വിച്ച് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനല്ലേ often referred to the powerhouse of cell because it is responsible for the main energy carrying molecule adenosine triphosphate, first discovered in 1857. SSC CHS 2022. നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. എന്താണ്? മൈറ്റോകോൺട്രിയ. ഓക്കെ, അടുത്ത മാച്ച് ദ ഫോളോയിങ് ആണ്. ഈ ഒരു രീതിക്ക് നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പവർ ഹൗസ് ഓഫ് സെൽ എന്താന്ന് നമുക്കറിയാം, മൈറ്റോകോൺട്രിയ എന്നറിയാം. അപ്പോൾ 1B ഉള്ള ഓപ്ഷനുകൾ നിങ്ങൾ ചെക്ക് ചെയ്യുക. 1B ഉള്ള ഓപ്ഷനുകൾ ചെക്ക് ചെയ്യുക. ഇത് രണ്ടും ഞാൻ ക്യാൻസൽ ചെയ്തു. SSC CHS 2022 ക്വസ്റ്റ്യൻ ആണ്. സൂയിസൈഡൽ ബാഗ് നമുക്കറിയാം, ഡി ആണെന്നറിയാം, ലൈസോസോമാന്നറിയാം. അപ്പോൾ 3D ഉള്ളത് നോക്കുക. 3D ഉള്ള, ഓക്കെ, അതും പോയി. ഓക്കെ, ഇനിയിപ്പോൾ കിച്ചൺ ഓഫ് ദ സെല്ല് പ്ലാസ്റ്റിഡ്, ബ്രെയിൻ ഓഫ് ദ സെല്ല് ന്യൂക്ലിയസ്. ഇതെല്ലാം നമ്മൾ കണ്ടു. കൺട്രോൾ ഹൗസ് എന്ന് പറഞ്ഞ് കണ്ടതും ബ്രെയിൻ ഓഫ് ദ സെല്ല് എന്ന് പറഞ്ഞ് കാണുന്നതും ഏത് തന്നെയാണ്? ന്യൂക്ലിയസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വീണ്ടും മാച്ച് ദ ഫോളോയിങ് ആണ്. ഇതും SSC CHS 2022 ചോദിച്ചാണ്. ഇത് ആക്ച്വലി സെൽ വോളിനെ ബേസ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് അറിയാവുന്ന വെച്ച് തുടങ്ങാം. ഓക്കെ, സെല്ലുലോസ് മെയിനായിട്ട് എവിടെയാണ് നമ്മൾ പഠിച്ചത്? പ്ലാന്റ് സെല്ല്. സെല്ലുലോസ് എവിടെയാണ് മെയിനായിട്ട് വരുന്നത്? പ്ലാന്റ് സെല്ല്. സോ 4A വരണം. എത്ര ഓപ്ഷൻ ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം. ഒറ്റ ഓപ്ഷൻ, അവിടെ തന്നെ ആൻസർ ആയി. ഇനി അത് കിട്ടിയില്ലെങ്കിൽ പെപ്റ്റിഡോഗ്ലൈസിൻ ഏതായിരുന്നു? ബാക്ടീരിയ ആയിരുന്നു. അത് നമ്മൾ പഠിച്ചു. ദെൻ കൈറ്റിൻ വരുന്നത് ഏതിനാണ്? ഫ്രൂട്ട് സെല്ലിന് വരാറുണ്ട്. ഫ്രൂട്ട് സെല്ലുമാണ്. കൈറ്റിൻ ഏതാണ് വരുന്നത്? കൈറ്റിൻ വരുന്ന ഇൻസെക്റ്റ്. കൈറ്റിൻ ഇൻസെക്റ്റിനാണ് വരാറുള്ളത്. ഫോർ വാട്ട് ഡിസ്കവറി മേഡ് 1839 ജോൺ ആൻഡ് എവാഞ്ചലിസ്റ്റ് പെർകിഞ്ചെ നോൺ? ഓക്കെ, ഫോർ ദ ഡിസ്കവറി ഓഫ് ന്യൂക്ലിയസ് അല്ല, നമ്മൾ പഠിച്ചു. ഫോർ പ്രപ്പോസിങ് ഫാറ്റി ബൈലെയർ മെംബ്രെയിൻ, ഫോർ ദ ഡിസ്കവറി ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ, ഫോർ ദ കോയിനിങ് ദ ടേം പ്രോട്ടോപ്ലാസം. SSC CHS 2022 ക്വസ്റ്റ്യൻ ആണ്. SSC CHS 2022 ക്വസ്റ്റ്യൻ ആണ്.
ഓക്കെ, നമ്മൾ ഏതായിരുന്നു പഠിച്ചത്? പ്രോട്ടോപ്ലാസം ഓർക്കുന്നില്ലേ? പ്രോട്ടോപ്ലാസം പ്ലാസ്മ മെമ്പറിന്റെ അകത്ത് വരുന്ന ഇതാണ് പ്രോട്ടോപ്ലാസം. ഈ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്ന പേര് കൊടുത്തിട്ടുള്ള ആരാണ്? പർക്കിഞ്ച്. ഞാൻ നേരത്തെ പ്ലാസ്മ മെമ്പറൈൻ ആണ് പറഞ്ഞെന്നൊരു ഡൗട്ട് ഉണ്ട്. പ്രോട്ടോപ്ലാസം ആണ് കേട്ടോ, പ്രോട്ടോപ്ലാസം ആണ് വരുന്നത്. ഡാഷ് ഇൻക്ലൂഡ് ഗ്ലൈക്കോജൻ, പോളി ബീറ്റ ഗ്ലൈക്കോജൻ, ഹൈഡ്രോക്സി ബ്യൂട്ടറേറ്റ് ഗ്രാനൂൾ, സൾഫർ ഗ്രാനൂൾ, ഗ്യാസ് വെസിക്കിൾ. ഓക്കെ, ഇത് SSC CGL 2021 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിന്റെ ആൻസറും നിങ്ങൾ കമന്റ് ആയിട്ട് പറയുമെങ്കിൽ നോക്കുക, ഇല്ലെങ്കിൽ ഞാൻ ഇതിന്റെ ആൻസർ കമന്റ് ആയിട്ട് ഇട്ടേക്കാം. നിങ്ങൾ ആൻസർ ചെയ്തതിന് ശേഷം കമന്റ് ആയിട്ട് ഇട്ടേക്കാം. Whom among the following coined the term cell? SSC JEE 2019. ഓക്കെ, ആരായിരുന്നു? റോബർട്ട് ഹുക്ക്. Who discovered cell in human body? SSC CGL 2020. അതായത് ലീവിങ് സെൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അല്ലെങ്കിൽ സെല്ല് ഡിസ്കവർ ചെയ്ത് ഇതിലിപ്പോൾ നമുക്ക് ആർക്ക് കൊടുക്കാൻ പറ്റും? ചാൾസ് ഡാർവിൻ ഉണ്ട്, റോബർട്ട് ഹുക്ക് ഉണ്ട്, ദെൻ ഹെർബർട്ട് സ്പെൻസർ ഉണ്ട്, ആൽബർട്ട് ഐൻസ്റ്റീൻ ഉണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വരേണ്ട കാര്യം ഇല്ലെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പോൾ നിങ്ങൾ ഇത് ആരുടെ പേരായിരിക്കും ഇതിനകത്ത് കൊടുക്കാൻ പോകുന്നത്? റോബർട്ട് ഹുക്ക്. ഓക്കെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റോബർട്ട് ഹുക്ക് നമ്മുടെ ഫോർക്കിലെ സ്ലൈസ് ഓഫ് ഫോർക്കിലാണ് മൈക്രോസ്കോപ്പ് വഴി ഈ പറയുന്ന സെല്ല് കണ്ടുപിടിച്ചത്. സൂയിസൈഡൽ ബാഗ്സ് ഓഫ് സെൽ എന്നറിയപ്പെടുന്ന SSC CGL 2014 ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ കുഴപ്പമില്ല. അതുപോലെ തന്നെ SSC CPOയിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്? ലൈസോസോം. Which cell organelle helps in keeping the cell clean by digesting any external material defecting cell organelle? SSC MTS 2019. ഏത് തന്നെയാണ്? സെൽ ഡൈജഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഏതാണ്? ലൈസോസോം തന്നെ. നമുക്ക് പല രീതിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും, തിയറി എപ്പോഴും സെയിം ആയിരിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രോളിങ് സെന്റർ ഓഫ് ദ സെൽ? SSC CHS 2017 ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ന്യൂക്ലിയസ് ആണ് നമ്മൾ പഠിച്ചു. The term mitochondria was coined by SSC CHS 2019. പോൾ ബെൻഡർ. ഓക്കെ, which of the following found only in plant cells? SSC CGL 2023. ഏതായിരുന്നു? സെൽ വോൾ. ഇതെല്ലാം നമ്മൾ പഠിച്ചാണ് അല്ലേ? ഓക്കെ, ഇതായിരുന്നു നമുക്ക് മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ ഞാനൊരു 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അത് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, തെറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തിരുത്താൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.